രക്ഷയുടെ അടയാളമാണ് കുരിശ്. ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന ഇടങ്ങളിലെല്ലാം കുരിശുകൾ സ്ഥാപിക്കുക പതിവാണ്. ഇത്തരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുരിശുകൾ കാണാൻ സാധിക്കും. ഇതിൽ വലിപ്പം കൂടിയ 3 കുരിശുകളാണുള്ളത്. മിഷിഗണിലെ ക്രോസ് ഇൻ ദ വുഡ്സ് എന്ന തീർത്ഥാടന കേന്ദ്രത്തിലെ 55 അടി ഉയരമുള്ള ക്രൂശിത രൂപമാണ് ലോകത്തിലെ 2ാമത്തെ വലിയ ക്രൂശിത രൂപം. 2006 സെപ്റ്റംബർ 15-ന് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ആണ് ക്രോസ് ഇൻ ദ വുഡ്സ് ഔദ്യോഗികമായി കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. വലിയ മരക്കുരിശും വെങ്കലം കൊണ്ട് നിർമ്മിച്ച തൂങ്ങപ്പെട്ട ക്രിസ്തുവിന്റെ രൂപവുമാണ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രധാന ആകർഷണം. ശില്പിയായ മാർഷൽ ഫെഡ്രിക്സ് ആണ് ഇത് നിർമ്മിച്ചത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിന് പുറത്തും അകത്തും ചാപ്പലുകളും നിരവധി ആരാധന കേന്ദ്രങ്ങളും ഡോൾ മ്യൂസിയവും ഉണ്ട്. എല്ലാ ദിവസങ്ങളിലും വിശ്വാസികൾക്കായി വിശുദ്ധ കുർബാനയും ഇവിടെയുണ്ട്. മിഷിഗണിലെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ആരാധനാലയങ്ങളിൽ ഒന്നാണ് ക്രോസ് ഇൻ ദ വുഡ്സ്. ക്രൂസിഫിക്സ് ഇൻ ബാഡ്സ്റ്റോൺ, കെന്റുക്കി. യുഎസിലെ കെന്റുക്കിയിലെ ക്രൂസിഫിക്സ് ഇൻ ബാഡ്സ്റ്റോൺ 1986-ലാണ് നിർമ്മിച്ചത്. 60 അടിയാണ് ഈ ക്രൂശിത രൂപത്തിന്റെ ഉയരം. സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച കുരിശും സ്റ്റീൽ കമ്പികൾ കൊണ്ട് നിർമ്മിച്ച ക്രിസ്തുവിന്റെ രൂപവുമാണ് ഇതിലുള്ളത്. മറ്റു ക്രൂശിത രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ രൂപം. ക്രൂസിഫിക്സ് ഇൻ കൊളംബിയ. കൊളംബിയയിലെ ഹുയില പട്ടണത്തിൽ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് സ്പിരിച്വൽ പാർക്ക് എന്ന് അറിയപ്പെടുന്ന ഒരു ചാപ്പലിന് മുകളിലാണ് ഈ ക്രൂശിത രൂപം ഉള്ളത്. 262 അടി ഉയരമുള്ള ഈ ക്രൂശിത രൂപം കിടക്കുന്ന രീതിയിലാണ്. ക്രൂശിത രൂപത്തിനടിയിലുള്ള ചാപ്പലിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി പേരാണ് എത്തുന്നത്.